നമസ്കാരം. പ്രണവ മന്ത്രത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ചെറിയൊരു ഭയം ജനിപ്പിക്കുന്നതുമായ ഒരു വാക്കാണ് ഏഴര ശനി. പലരും വിചാരിക്കുന്നത് ഏഴര ശനി വന്നാൽ ജീവിതം തകർന്നു പോകും, കഷ്ടപ്പാടുകൾ മാത്രമായിരിക്കും എന്നാണ്. എന്നാൽ സത്യം അതാണോ? ഒരിക്കലുമല്ല. ശനിദേവൻ എന്നാൽ ഒരു ക്രൂരനായ ഗ്രഹമല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം തരുന്ന ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സ്വയം നിൽക്കുന്ന രാശിയുടെ തൊട്ടു മുൻപിലേത്, സ്വന്തം, പിന്നെ പിന്നിലെ, ഇങ്ങനെ ഓരോ രാശിയിലും 2.5 വർഷം വെച്ച് ആകെ 7.5 വർഷം ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ഏഴര ശനി എന്ന് വിളിക്കുന്നത്. ഈ സമയം നമ്മളെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ഈഗോയും അലസതയും മാറ്റി നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ് ശനി ശ്രമിക്കുന്നത്. നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ഏഴര ശനി ദോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അതിനെ എങ്ങനെ പ്രായോഗികമായി മറികടക്കാമെന്നും നമുക്ക് നോക്കാം. നിലവിൽ ശനിദേവൻ സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ്. ഇത് മുൻനിർത്തി പ്രധാനമായും 2 കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഏഴര ശനി നിലവിൽ അനുഭവപ്പെടുന്നത്. ഒന്നാമത്തേത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഇവർക്ക് ഏഴര ശനിയിലെ ഏറ്റവും കഠിനമായ ജന്മശനിയുടെ കാലഘട്ടമാണ്. അതായത് ശനി നിങ്ങളുടെ സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ താമസം വരിക, എത്ര കഠിനമായി അധ്വാനിച്ചാലും പകുതി ഫലം മാത്രം ലഭിക്കുക, മനസ്സിലെപ്പോഴും അകാരണമായ ഭയം കൊണ്ടു നടക്കുക എന്നിവ ഇവരുടെ പൊതുവായ ലക്ഷണമാണ്. രണ്ടാമത്തേത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. അതിൽ അവിട്ടം അവസാന പകുതി, ചതയം പൂരിട്ടാതി ആദ്യ 1/4 ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഇവർക്ക് ഏഴര ശനിയിലെ അവസാന ഘട്ടമായ കുടുംബശനി അല്ലെങ്കിൽ ധനശനിയാണ് നടക്കുന്നത്. കയ്യിൽ പണം വന്നു ചേരുമെങ്കിലും അത് വിചാരിക്കാത്ത വഴിയിലൂടെ ചെലവായി പോകും. കുടുംബാംഗങ്ങളുമായി ചെറിയ ആശയവിനിമയ പ്രശ്നങ്ങളോ ഈഗോ തർക്കങ്ങളോ വരാൻ സാധ്യതയുള്ള സമയമാണിത്. ഇതുകൂടാതെ ചിങ്ങക്കൂറുകാർക്ക്, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് നിലവിൽ അഷ്ടമശനി നടക്കുന്നതിനാലും കരിയറിൽ കടുത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇനി ശനി കഠിനമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ തീവ്രതയിലായിരിക്കില്ല ദോഷം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിയുടെ പരീക്ഷണം കഠിനമാണെന്ന് മനസ്സിലാക്കാം. കടുത്ത അലസത, ചെയ്യേണ്ട ജോലികൾ നാളത്തേക്ക് മാറ്റിവെക്കുക, ഒരു കാര്യത്തിലും ഉന്മേഷം തോന്നാതിരിക്കുക, ക്രിയേറ്റീവ് ബ്ലോക്ക് അനുഭവപ്പെടുക, എഴുത്ത്, ഡിജിറ്റൽ മീഡിയ എന്നിവയിൽ ഉള്ളവർക്ക് പുതിയ ആശയങ്ങൾ തോന്നാതിരിക്കുക അല്ലെങ്കിൽ ചിന്തകൾ കാട് കയറുക. സാമ്പത്തിക ചോർച്ചയാണ് അടുത്തത്. വരുമാനമുണ്ടായാലും വണ്ടിയുടെ റിപ്പയറിംഗ്, വീട്ടു സാധനങ്ങൾ കേടുവരിക, മെഡിക്കൽ ചെലവുകൾ എന്നിവ വഴി പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരിക. അടുത്തത് രാത്രികാലത്തിലെ അതിരുകടന്ന ചിന്തകളാണ്. പകൽ മുഴുവൻ നന്നായിരുന്നിട്ടും രാത്രിയാകുമ്പോൾ അനാവശ്യമായ ഭയവും ടെൻഷനും വന്ന് ഉറക്കം നഷ്ടപ്പെടുക. ഇനി പരിഹാര മാർഗങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടി വരും. അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷത്തിൽ വഴിപാടുകൾക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുള്ള കർമ്മ പരിഹാരങ്ങൾ. ആദ്യം ആത്മീയ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനം ഹനുമാന്റെ ഭജനമാണ്. ശനിദേവൻ ഒരിക്കലും ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ദ്രോഹിക്കില്ല എന്നാണ് വിശ്വാസം. ദിവസവും വൈകുന്നേരം വീടുകളിൽ വിളക്ക് തെളിച്ച ശേഷം ഹനുമാൻ ചാലിസ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഇത് മനസ്സിലെ ഭയവും അലസതയും മാറ്റി വലിയ ആത്മവിശ്വാസം തരും. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എള്ളുതിരി കത്തിക്കുകയോ നീരാജനം വഴിപാട് കഴിക്കുകയോ ചെയ്യുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറ്റും. ദേവി ഭജനമാണ് അടുത്തത്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതോ കേൾക്കുന്നതോ മനസ്സിലെ രാഹു, ശനി എന്നീ ദോഷങ്ങളെ അകറ്റി ബുദ്ധിക്ക് വ്യക്തത നൽകും. ഇനി കർമ്മ പരിഹാരങ്ങളാണ്. അതിലേറ്റവും പ്രധാനം അശരണരെ സഹായിക്കുകയാണ്. ശനി എന്നാൽ സാധാരണ തൊഴിലാളികളുടെയും പ്രായമായവരുടെയും പ്രതീകമാണ്. നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ജോലി ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും നൽകുക. വല്ലപ്പോഴും അവർക്ക് വസ്ത്രമോ ആഹാരമോ വാങ്ങി നൽകുക. പ്രായമായ രോഗികൾക്ക് മരുന്ന് വാങ്ങി നൽകുക എന്നിവ വരാനിരിക്കുന്ന വലിയ ധനനഷ്ടങ്ങളെ നിങ്ങൾക്ക് തടയാനുള്ള ഉത്തമ മാർഗമാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക.
ശനിക്ക് ഏറ്റവും ഇഷ്ടം അച്ചടക്കവും വൃത്തിയുമാണ്. നിങ്ങളുടെ വർക്ക് സ്പേസിലോ വീട്ടിലോ ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ, തുരുമ്പെടുത്ത വസ്തുക്കൾ എന്നിവ മാറ്റുക. ഇത് പോസിറ്റീവ് ഊർജം കൊണ്ടുതരും. ദിവസവും രാവിലെ പക്ഷികൾക്ക് അല്പം ധാന്യവും വെള്ളവും നൽകുക, കറുത്ത നായയ്ക്ക് ആഹാരം നൽകുക എന്നിവ ശനിദോഷ തീവ്രത കുറയ്ക്കാൻ ഉത്തമമാണ്. ശ്രദ്ധിക്കുക, ഏഴരശനി എന്ന് പറയുന്നത് ജീവിതം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിലാക്കുന്ന ഒരു കാലമല്ല. ശനി നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളിലെ യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കാനും ആരൊക്കെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് മനസ്സിലാക്കി തരാനുമാണ്. അതുകൊണ്ട് ഭയം വെടിഞ്ഞ് അലസത മാറ്റിവെച്ച് ഈശ്വരവിശ്വാസത്തോടെയും പ്രായോഗികമായ അച്ചടക്കത്തോടെയും മുന്നോട്ടു പോയാൽ ഏഴരശനി കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വിജയിയായി മാറിയിട്ടുണ്ടാകും എന്ന് തീർച്ച. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.